യോഗ പരിശീലനത്തിനായി മാറ്റിവച്ച ജീവിതമാണ് യോഗാചാര്യൻ കൈതപ്രം വാസുദേവൻ നമ്പൂതിരിയുടേത്. ഹൈസ്കൂൾ അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കൊച്ചി കലൂരിൽ താമസമാക്കിയ പയ്യന്നൂർ സ്വദേശിയായ അദ്ദേഹത്തിന്റെ സമ്പത്ത് ശിഷ്യഗണങ്ങളാണ്. യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന സന്ദേശവുമായി അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിക്കുമ്പോൾ യോഗ തന്നെ ആരോഗ്യ ജീവിത വഴിയാണ് എന്ന് പഠിപ്പിക്കുകയാണ് കൈതപ്രം വാസുദേവൻ നമ്പൂതിരി. 25 വർഷമായി യോഗയാണ് കൈതപ്രം വാസുദേവൻ നമ്പൂതിരിയുടെ ജീവിതം. MA ഇംഗ്ലീഷിനും MEഡിനുമൊപ്പം ബാംഗ്ലൂർ എസ് വ്യാസ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSCയും യോഗയിൽ UGC നെറ്റും കരസ്ഥമാക്കിയ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി യോഗയിൽ തന്നെ PhD ചെയ്യുകയാണ്. എറണാകുളം TD റോഡിൽ പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്റർ പൈതൃക് യോഗ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ കൈതപ്രം വാസുദേവൻ നമ്പൂതിരിയിൽ നിന്ന് യോഗ അഭ്യസിച്ചവർ 3000-ലധികം പേരുണ്ട്. നമുക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള പുരോഗതിക്ക് എല്ലാവരുടെയും ഇതിൽ ജാതി മത യാതൊരു വ്യത്യാസമില്ല, എല്ലാവർക്കും പറ്റിയ ഒരു പദ്ധതിയാണ്. ഏറ്റവും നല്ല എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രായമായിട്ടുള്ളവർക്ക് വരെ ഈ യോഗ ഇണങ്ങും. നമുക്ക് ശിശുക്കളുടെ പല മൂവ്മെൻറ്റ്സും യോഗയെ ഓർമ്മിപ്പിക്കുന്നതാണ്, യോഗാസനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇതിൽ തന്നെ യോഗയും യോഗാസനവും തമ്മിലും നമുക്കൊരു വ്യത്യാസം കാണണം. യോഗ എന്നുള്ളത് അല്ലെങ്കിൽ യോഗം എന്നുള്ളത് മനസ്സിൻ്റെ മനഃപ്രശമന ഉപായ യോഗ, മനസ്സിനെ അടക്കാനുള്ള ഒരു പദ്ധതിയാണ് യോഗം. അതിൻ്റെ ഒരു ഭാഗമാണ് യോഗാസനങ്ങൾ. അത് ശാരീരികമാണ്. ഈ ശാരീരികം മാനസികത്തെ സ്വാധീനിക്കുകയും ചെയ്യും. അപ്പം മനസ്സിന് അത് പ്രാണായാമം ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ആത്മീയവുമായിട്ടുള്ള എല്ലാ പുരോഗതിക്കും ഇത് സഹായകരമായിരിക്കും എന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. ഇത് എല്ലാ ദിവസവും അതാണ് സെൽഫ് എന്ന് പറയാൻ കാരണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യണം. യോഗ BSc MSc കോഴ്സുകളും ഇവിടെ നടത്തുന്നുണ്ട്. കടന്നപ്പള്ളി ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്ന കൈതപ്രം വാസുദേവൻ നമ്പൂതിരി ഇടപ്പള്ളിയിൽ സർവശിക്ഷാ അഭിയാൻ ബ്ലോക്ക് ഓഫീസറായി റിട്ടയർ ചെയ്ത ശേഷം കൊച്ചിയിൽ തന്നെ താമസമാക്കുകയായിരുന്നു. ജനൻ TVയിൽ തുടർച്ചയായി 5 വർഷം യോഗായനം എന്ന യോഗ പരിപാടിയും അവതരിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിനും മനഃശക്തിക്കും യോഗ ട്രെയിനറാകാനുമെല്ലാം യോഗ പരിശീലനത്തിന് എത്തുന്നവർ നിരവധിയാണ്. അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ 21 ഒരു വർഷത്തെ ഏറ്റവും നീളം കൂടിയ പകലുള്ള ദിവസമാണ്. ജൂൺ 21 അതാണ് ഇന്നത്തെ ദിവസം. ഇത് 10ാമത്തേതാണെന്ന് ഞാൻ പറഞ്ഞു. 2014 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദി, അദ്ദേഹം പ്രൈം മിനിസ്റ്ററായ ആ സമയത്ത് അതിൽ ഈ പ്രമേയം അവതരിപ്പിക്കുകയും ഈ സജഷൻ വെക്കുകയും 177 രാജ്യങ്ങളുടെ സ്പോൺസർഷിപ്പോട് കൂടിയിട്ട് 2015 ജൂൺ 21 മുതൽ ജൂൺ 21 ആഘോഷം തുടങ്ങി. ഇത് 10ാമത്തെ വർഷമാണ്. ഓരോ വർഷവും ഇതിന് ഈ ഡേ ഓഫ് യോഗയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള മുദ്രാവാക്യം കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യത്തേത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. തനിക്കും സമൂഹത്തിനും യോഗയുടെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഈ വർഷത്തേത്. നമ്മുടെ ഈ 2015 മുതൽ യോഗ ആക്റ്റീവായി ലോകത്തിൽ മുഴുവനും. അങ്ങനെ ഒരു വലിയ ആവേശം ഉണ്ടായി, ധാരാളം ആൾക്കാർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എങ്കിലും ധാരാളം ആൾക്കാർ ഇനിയും ഇതിൻ്റെ ഇതിൻ്റെ പരിധിയിൽ വരാത്തവരുണ്ട്. എല്ലാവരും ഈ യോഗയെ അതിനെ ആശ്രയിക്കാൻ പറ്റിയ ഒരു സ്ഥാനമാണ്, ഒരു പദ്ധതിയാണ് യോഗ എന്ന് തീർത്ത് പറയാൻ സാധിക്കും. എല്ലാവരും യോഗയിലേക്ക് മടങ്ങുക എന്നല്ല, യോഗയിലേക്ക് തിരിയുക. യോഗയിൽ ഇന്ന് 2000-ലധികം ആസനങ്ങളുണ്ടെങ്കിലും പുസ്തകങ്ങളിലുള്ളത് 36 എണ്ണമാണ്. കൈതപ്രം വാസുദേവൻ നമ്പൂതിരി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ 3 എണ്ണം യോഗ സംബന്ധിച്ചുള്ളതാണ്. പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സഹോദരനാണ് വാസുദേവൻ നമ്പൂതിരി. ഭാരതത്തിനൊപ്പം ചുവടുവെച്ച് ലോകമാകെ യോഗയുടെ മഹത്വമെത്തുമ്പോൾ യോഗാചാര്യൻ വാസുദേവൻ നമ്പൂതിരിയെ പോലുള്ളവരാണ് അതിന്റെ വിശ്വപ്രചാരകർ. ജനം, കൊച്ചി.